നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. കമലാദേവി അഥവാ താന്ത്രിക ലക്ഷ്മിയാണ് ദശമഹാവിദ്യകളിൽ 10ാമത്. ഇരു കൈകളിലും താമരപ്പൂവേന്തി സ്വർണവർണ്ണയായ ദേവി താമരപ്പൂവിലിരിക്കുന്നു. 4 ആനകൾ അമൃതകുംഭങ്ങളാൽ ദേവിയെ അഭിഷേകം ചെയ്യുന്നു. സമ്പത്ത്, ഐശ്വര്യം, കുടുംബസുഖം എന്നിവയ്ക്കായി കമലാദേവിയെ ആരാധിക്കാം. ചില ക്ഷേത്രങ്ങളിൽ നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് കണ്ടിട്ടുണ്ടാകും. ചെറുനാരങ്ങ മുറിച്ച് തിരിച്ചിട്ട് അതിൽ തിരിയിട്ട് എണ്ണയൊഴിച്ച് കത്തിച്ച് ക്ഷേത്രനടയിൽ നിരത്തുന്നു. കാളി, ദുർഗ, ഭഗവതി ക്ഷേത്രങ്ങളിലാണ് ഈ സമ്പ്രദായം നിലവിലുള്ളത്. ജീവിതത്തിലെ തടസ്സങ്ങൾ മാറുന്നതിനും ഐശ്വര്യത്തിനും രാഹുദോഷ നിവാരണത്തിനും ഇത് ഉപകരിക്കും എന്നതാണ് വിശ്വാസം. ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ഭുവനേശ്വരി ഭവാനി ത്രിമൂർത്തികളിൽ ഒരു ദേവനായ പരമശിവന്റെ പത്നി പാർവതി ദേവിയെ വിവിധ രൂപങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ ഭക്തജനങ്ങൾ ആരാധിച്ചു വരുന്നു. ഉമ, കാർത്യായനി, ഗൗരി, കാളി, ഹൈമവതി, ഈശ്വരി, ശിവ, ഭവാനി, രുദ്രാണി, ശർവാണി, സർവമംഗല, അപർണ, പാർവതി, ദുർഗ, മൃഡാനി, ചന്ദ്രിക, അംബിക, ആര്യ, ദാക്ഷായണി, ഗിരിജ, മേനാത്മജ, ചാമുണ്ട, കർണമൗഢി എന്നീ നാമങ്ങളിൽ പാർവതി ദേവി അറിയപ്പെടുന്നു. ഒരേ രൂപത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളിൽ ആരാധന നടത്തുന്ന ഭക്തൻ പരമമായ ആധ്യാത്മിക അനുഭൂതിയാണ് ലക്ഷ്യമിടുന്നത്. ഗണമാശ്രയം നീ ഭുവനേശ്വരി ഭവാനി. പാർവതി ദേവിയുടെ ചാമുണ്ഡി ഭാവത്തിന്റെ പ്രത്യക്ഷ അനുഭൂതി ഭക്തന്റെ ഹൃദയത്തിൽ നിറവേറ്റപ്പെടുന്ന ദേവതാസ്ഥാനമാണ് കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം. അസുരന്മാരായ ചണ്ടമുണ്ടന്മാരെ നിഗ്രഹിക്കുവാൻ വേണ്ടി കാർത്യായനി ദേവിയുടെ ജടയിൽ നിന്നും ഉത്ഭവിച്ച ദേവീഭാവമാണ് ചാമുണ്ഡി. മന്വന്തരങ്ങൾ മുങ്ങി ചാമുണ്ഡി ദേവിയുടെ ശരീരത്തിൽ നിന്നും 7 ദേവിമാർ അസുര നിഗ്രഹ സമയത്ത് അവതരിക്കുകയുണ്ടായി. ഇവർ സപ്തമാതാക്കൾ എന്നറിയപ്പെടുന്നു. ക്ഷേത്ര ശ്രീകോവിലിന് ചേർന്ന് പരിവാര പ്രതിഷ്ഠയിൽ നമുക്ക് ഈ സപ്തമാതാക്കളെ ദർശിക്കാവുന്നതാണ്. തിരുവനന്തപുരത്ത് കടകംപള്ളി വില്ലേജിൽ ചാക്കപ്പാലത്തിന് വടക്കുമാറി കരിക്കകത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും പ്രസിദ്ധി ആർജിച്ചതുമായ ക്ഷേത്രമാണ് കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം. കാവൽ നിർത്തുന്ന സ്നേഹമാധുര്യമാം തണലിൽ ആശ്രയമേകണം നീ, അടിയങ്ങൾക്കാശ്രയമേകണം നീ. തിരുവിതാംകൂറിലെ രാജഭരണകാലത്ത് പ്രഗത്ഭരായ മെയ്വഴക്കം സിദ്ധിച്ച ആയോധനശാലികൾ അഭ്യാസമുറകൾ പരിശീലിച്ചിരുന്ന ഒരു കളരിത്തറയുണ്ടായിരുന്നു. ഈ കളരിക്കകമാണ് പിന്നീട് കരിക്കകമായി അറിയപ്പെട്ടത്. കരിക്കകം ദേവീക്ഷേത്രത്തിലെ ആരാധനാ രീതി പണ്ടുകാലത്ത് തികച്ചും വ്യത്യസ്തമായിരുന്നു. ദേവി രൗദ്രരൂപിണി ആയതുകൊണ്ട് തന്നെ ശാക്തേയ കർമ്മങ്ങൾക്കായിരുന്നു മുൻതൂക്കം. പിന്നീട് ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ കർമ്മങ്ങൾ നടക്കുകയും ആചാരക്രമങ്ങളിൽ മാറ്റം വരുത്തുകയുമാണ് ഉണ്ടായത്.
പ്രധാന ദേവസ്ഥാനമായ ഇലങ്കത്തിന് പുറമെ രക്തചാമുണ്ഡി സ്ഥാനം, ബാലചാമുണ്ഡി സ്ഥാനം എന്നിവയും ഇവിടെ പ്രാധാന്യമർഹിക്കുന്നു. വലിയ ഇലങ്കത്തിന് തെക്കുഭാഗത്തായാണ് ഉഗ്രമൂർത്തി സങ്കല്പമായ രക്തചാമുണ്ഡിയുടെ തിരുനട. ഇവിടെ ബിംബാരാധനയില്ല എന്നതും പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ചുവർ ചിത്രത്തിലാണ് ദേവിയുടെ രൂപം ആലേഖനം ചെയ്തിരിക്കുന്നത്. രക്തചാമുണ്ഡി നടയുടെ തെക്കുഭാഗത്താണ് ചെറിയ ഇലങ്കത്തിൽപ്പെട്ട ബാലചാമുണ്ഡി നട. ഇവിടെയും ബിംബാരാധനയില്ല. സവിശേഷമായ ആചാരക്രമം കൊണ്ട് പ്രസിദ്ധിയാർജിച്ചതാണ് രക്തചാമുണ്ഡി ഇലങ്ക. പണ്ട് തിരുവിതാംകൂറിലെ രാജഭരണകാലം മുതൽ രാജാവിന്റെ നീതി നിർവഹണ കേന്ദ്രമായി അറിയപ്പെട്ടിരുന്നതാണ് രക്തചാമുണ്ഡി തിരുനട. കുറ്റവും ശിക്ഷയും നീതിയും അനീതിയും നിർവചിക്കപ്പെട്ടിരുന്ന സങ്കേതമായിരുന്നു ഇവിടെ. അടിയങ്ങൾക്കേകണമാശ്രയം നീ. നട തുറക്കൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ചടങ്ങ് ഇപ്പോൾ എല്ലാ ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ നടന്നു വരുന്നു. കരിക്കകത്തെ വിശേഷപ്പെട്ട ചടങ്ങായി ഇതിനെ കണക്കാക്കുന്നു. ആണ്ടുതോറും മീനമാസത്തിലാണ് ക്ഷേത്രത്തിലെ ഉത്സവം കൊണ്ടാടുന്നത്. മീനമാസത്തിലെ മകം നാളിലാണ് ഭക്തജനങ്ങൾ കരിക്കകത്തമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്നത്. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ കരിക്കകത്തമ്മയ്ക്ക് അന്നേ ദിവസം പൊങ്കാല അർപ്പിക്കുന്നു. പൊങ്കാല അർപ്പിക്കലാണ് ഉത്സവകാലത്തെ പ്രധാന ചടങ്ങ്. ഗുരുപൂജയോടുകൂടി ആരംഭിക്കുന്ന ഉത്സവം 7-ാം നാൾ നടത്തുന്ന പൊങ്കാലയോടുകൂടി അവസാനിക്കും. ഉപദേവതമാർ മതിൽക്കകത്ത് സ്ഥിതി ചെയ്യുന്നു. ഇതിൽ ആയിരവല്ലി ക്ഷേത്രവും നാഗരകാവും ക്ഷേത്രത്തിന് പുറത്ത് പ്രത്യേക മതിൽക്കെട്ടിനകത്താണ്. അടിയങ്ങൾക്കാശ്രയമേകണം നീ ഭുവനേശ്വരി ഭവാനി. കൽപ്പാന്തകാലം കൈകൂപ്പി നിൽക്കുമീ കാളീ സങ്കൽപ്പ നടയിൽ. കൽപ്പാന്തകാലം കൈകൂപ്പി നിൽക്കുമീ കാളീ സങ്കൽപ്പ നടയിൽ. ചിങ്ങമാസത്തിലെ ഉത്രാടം നാളിൽ നടക്കുന്ന ചടങ്ങാണ് ഉത്രാട തണ്ണീർക്കൊട. ദേവിയുടെ വിഗ്രഹപ്രതിഷ്ഠയ്ക്ക് മുമ്പ് തണ്ണീർക്കൊട എന്ന പേരിൽ ഭക്തജനങ്ങൾ ഈ ചടങ്ങ് നടത്തിയിരുന്നു. ഇന്ന് ഇത് ഉത്രാട തണ്ണീർക്കൊട, കാർത്തിക തണ്ണീർക്കൊട എന്നിങ്ങനെ വർഷത്തിൽ 2 തവണ നടത്തപ്പെടുന്നു. ആശ്രയമേകണം നീ അടിയങ്ങൾക്കാശ്രയമേകണം നീ ഭുവനേശ്വരി ഭവാനി പരമേശ്വരി. ചാമുണ്ടിയായും രക്തചാമുണ്ടിയായും ബാലചാമുണ്ടിയായും ഭക്തന് ഐശ്വര്യവും അനുഭൂതിയും പ്രദാനം ചെയ്യുന്ന കരിക്കകം ദേവീക്ഷേത്ര ദേവസ്ഥാനം കലികാലത്തിൽ അഭയകേന്ദ്രമാവുകയാണ്. അടിയങ്ങൾക്കേകണമാശ്രയം നീ ഭുവനേശ്വരി ഭവാനി. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതായിത്തീരും നിങ്ങൾ. നിങ്ങൾ ദുർബലനാണെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ദുർബലനായി തീരും. മറിച്ച് കരുത്തനാണെന്ന് ചിന്തിച്ചാൽ കരുത്തനായി തീരും. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.